നമസ്കാരം. ന്യൂസ് 3യിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ഒറ്റമഴയിൽ വെള്ളക്കെട്ടിൽ മുങ്ങി തലസ്ഥാനം. തിരുവനന്തപുരം ചാക്കയിൽ വെള്ളക്കെട്ടിൽ വീണ് ഒരു മരണം. ഇടുക്കിയിൽ രാത്രി യാത്രാ നിരോധനം. മലയോര മേഖലകളിൽ മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ യുവാവിന്റെ ശസ്ത്രക്രിയാ പിഴവിൽ കേസെടുത്തു. ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന് അധികൃതർ. കുടുംബത്തിന് തെറ്റിദ്ധാരണയുണ്ടായതെന്ന് വിശദീകരണം. 4 വയസ്സുകാരിക്ക് അവയവം മാറി ശസ്ത്രക്രിയ ചെയ്തതിൽ വീഴ്ചയെന്ന് പോലീസ് റിപ്പോർട്ട്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുലിന്റെ കാർ കസ്റ്റഡിയിലെടുത്തു. കാറിൽ രക്തക്കറ കണ്ടെത്തിയെന്ന് പോലീസ്. രാഹുലിനെ രാജ്യം വിടാൻ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ശരത് ലാലിന് സസ്പെൻഷൻ. കൊലപാതക കുറ്റം ചുമത്താനുള്ള നീക്കം രാഹുലിനെ അറിയിച്ചത് ശരത് ലാൽ. തീപിടുത്തം മൂലം എയർ ഇന്ത്യ എക്സ്പ്രസിൽ നിന്ന് തിരിച്ചിറക്കിയ യാത്രക്കാർ കൊച്ചിയിലെത്തി. പ്രത്യേക വിമാനം ഒരുക്കിയത് 10 മണിക്കൂർ നീണ്ട പ്രതിസന്ധിക്കൊടുവിൽ. ബംഗളൂരുവിൽ നിന്നെത്തിയത് 121 യാത്രക്കാർ. ബാക്കിയുള്ളവരെ രാത്രി എത്തിക്കും. അന്തരിച്ച മെത്രാപ്പോലീത്ത അത്തനേഷ്യസ് യോഹാന്റെ മൃതദേഹം കേരളത്തിലെത്തിച്ചു. മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര തിരുവല്ലയിലേക്ക് പുറപ്പെട്ടു. നാളെ മുതൽ സഭാ ആസ്ഥാനത്ത് പൊതുദർശനം. സംസ്കാരം മറ്റന്നാൾ. IPL-ൽ ഇന്ന് കരുത്തരുടെ പോരാട്ടം. രാജസ്ഥാൻ റോയൽസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഏറ്റുമുട്ടും. മത്സരം രാത്രി 7:30 ഗുവാഹത്തിയിൽ. വാർത്തകളിലേക്ക് വിശദമായി. തിരുവനന്തപുരം ചാക്കയിൽ വെള്ളക്കെട്ടിൽ വീണ് ഒരാൾ മരിച്ചു.